ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ളത് ഇടാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് ഊട്ടിയിൽ നിന്നും മസനഗുഡി വഴി മുതുമലയിലേക്കാണ്. അപ്പോൾ ട്രെൻഡിങ് ആയി പോയോണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ. പക്ഷേ അത് കാണേണ്ട തന്നെയാണ്. ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് വെയിലും എന്നാൽ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില വീഡിയോസ് ക്ലിയർ ഉണ്ട്, ചില വീഡിയോസ് ഭയങ്കര ഡാർക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡറിലാണ് മസനഗുഡി കിടക്കുന്നത്. അത് നീലഗിരി ഡിസ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പോൾ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ആ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. ആദ്യം തന്നെ കുറച്ച് പോത്തുംകുട്ടികളെ എരുമക്കുട്ടികളൊക്കെയാണ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചു. പോയോണ്ടിരിക്കുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് മാനുകൾ. പലതരം മാനുകളെയും കണ്ടു. കുറേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. സ്വാമിമാരിറങ്ങിയിട്ടുണ്ട്. അതാ മോഴയാ പാവം. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു കരടിക്കുട്ടനെ ശ്രദ്ധയിൽപ്പെട്ടത്. വീഡിയോ കറക്റ്റായിട്ട് കിട്ടി. പക്ഷേ ഫോട്ടോസിനൊന്നും പോസ്റ്റ് ചെയ്യാൻ അയാൾ നിന്നില്ല. പോണ വഴിക്ക് തന്നെ മുള്ളംപന്നി, കാട്ടുപന്നി, കാട്ടുപോത്ത് അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഒന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ മുതുമല ടൈഗർ റിസർവ് അവിടെ എത്തി. മുതുമല കടന്നു കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റാണ്. ഡയറക്റ്റ് മൈസൂർ റോഡാണ് കിട്ടുക. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്, ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറിയിട്ട് വേണം നമ്മൾ ഈ കാടിനെ കുറിച്ചിട്ടും ടിക്കറ്റിനെ കുറിച്ചിട്ടും സഫാരിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരാൾക്ക് 350 രൂപയാണ്. അത് ബസ്സിൽ സഫാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ ജീപ്പ് ഉണ്ട്, ജിപ്സി ഉണ്ട്, എലിഫൻറ്റ് സഫാരി ഉണ്ട്. അതിനൊക്കെ പല റേറ്റാണ്. നമ്മൾ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 350, ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 2500 രൂപയാണ് വരുന്നത്. നമുക്ക് ജീപ്പ് എടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് ടൈഗറിനെയും അതേപോലെ ലയൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷെ ഞങ്ങൾ കൂടുതൽ റിസ്ക് ഒന്നും എടുത്തില്ല. ഞങ്ങൾ ബസ്സാണ് ബുക്ക് ചെയ്തത്. അതിൽ തന്നെ വേറെ യാത്രക്കാരും ഉണ്ടായിരുന്നു, പല സ്റ്റേറ്റുകാരുമാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ജംഗിൾ സഫാരി എടുക്കുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കയറിയിരിക്കുന്നത്. എന്തോ കാണാൻ പറ്റുമോ ഒന്നും അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ പുലിയും കടുവയും ഒക്കെ കാണാം, അത്ര തന്നെ. മൈസൂർ പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഫോറസ്റ്റിലേക്ക് തിരിയുന്നത്. തിരിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പുഴ ഒഴുകുന്നത് കാണാം. ആ പുഴയുടെ പേരാണ് മായാർ റിവർ എന്നുള്ളത്. ഏകദേശം 20 കിലോമീറ്ററോളം ആ പുഴയ്ക്ക് ലെങ്ത് ഉണ്ട്. ആദ്യത്തെ ഭാഗത്തിലൊന്നും ഒന്നിനും കണ്ടില്ല. ജസ്റ്റ് ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒഴുകുന്ന പുഴയെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് നോക്കുകയാണ്. എവിടെ എന്താ കാണാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ മുതുമലൈ ഫോറസ്റ്റ് ഏകദേശം 321 കിലോമീറ്ററോളം വലിപ്പമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മൃഗങ്ങളെ കാണാമെന്നാണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ക് ഉണ്ടെങ്കിൽ കാണാമെന്നുള്ളത്. അപ്പോൾ ഈ മുതുമലയിൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ സഫാരി ഒന്നും നടത്താണ്ട് റോട്ടിലിറങ്ങി നടക്കുന്ന കടുവയും പുലിയെയും കാണാമെന്നാണ് ഇവിടെ പറഞ്ഞത്. മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളിൽ പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ആനയെ കണ്ട പൊലിവ് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ ചെന്നായിക്കൂട്ടങ്ങളൊക്കെ കണ്ടത്. ഞങ്ങൾ 4 മണിക്കാണ് പുറപ്പെട്ടത്. 1 മണിക്കൂറാണ് സഫാരി എന്ന് പറയുന്നത്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു സംഭവത്തിലെത്തും. അങ്ങനെ മയിലുകളൊക്കെ കണ്ടു. പക്ഷെ അത് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കാണുന്നതാണ്. പക്ഷെ ഇവിടുത്തെ മയിലുകൾക്കൊരു പ്രത്യേകത ഉണ്ട് തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട 1 മണിക്കൂറിൻ്റെ സഫാരി ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം എലിഫൻറ്റ് സഫാരി ഉണ്ട്. അത് അത്ര സേഫ് അല്ല, അതുകൊണ്ട് ഞങ്ങളത് തിരഞ്ഞെടുത്തില്ല. പിന്നെ അത് മാത്രമല്ല, എലിഫൻറ്റ് സഫാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം, രാവിലെ പോകണം. ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആകുമ്പോഴാണ് ഈ മുതുമലയിൽ എത്തിയത്. അപ്പോൾ ഈ കാണുന്ന ആനകളൊന്നും കാട്ടാനകളല്ല, അതൊക്കെ അവിടെ ഉപയോഗിക്കുന്ന, അതായത് എലിഫൻറ്റ് സഫാരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആനകളാണ്. പുലിയും കടുവയും കാണാത്ത നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഊട്ടി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി, വീഡിയോസിന് ക്ലാരിറ്റി കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.